നമസ്കാരം. കോൾ മേർജിംഗ് തട്ടിപ്പ് എന്നത് കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ അത് എന്താണെന്ന് അറിയാത്തവരാണ് നമ്മളിൽ പലരും. കോൾ മേർജിംഗ് തട്ടിപ്പ് ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഇതിനെക്കുറിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ പണം ഏറെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കോൾ മേർജിംഗ് തട്ടിപ്പിനെ കുറിച്ച് വിശദമായി തന്നെ നോക്കാം. കോൾ മേർജിംഗ് തട്ടിപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു പരിപാടിക്കുള്ള ക്ഷണമോ ജോലിക്കുള്ള കോളോ ലഭിക്കുന്നതിലായിരിക്കും തട്ടിപ്പിന്റെ തുടക്കം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്നാണ് ഫോൺ നമ്പർ ലഭിച്ചത് എന്ന അവകാശവാദത്തോടെ ആയിരിക്കും വിളിക്കുന്നയാൾ സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്നും കോൾ മേർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായും തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് സുഹൃത്തായിരിക്കില്ല, തട്ടിപ്പ് സംഘമായിരിക്കും. അത് മനസ്സിലാക്കാതെ കോള് മേർജ് ചെയ്താൽ ഇരയാവുന്നയാൾ താൻ പോലും അറിയാതെ ബാങ്കിൽ നിന്നുള്ള OTP വെരിഫിക്കേഷൻ കോളുമായി കണക്ട് ചെയ്യപ്പെടും. ഈ തക്കം നോക്കി തട്ടിപ്പ് സംഘം OTP ചോർത്തുകയും നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കുകയും ചെയ്യും. തട്ടിപ്പ് സംഘം ചോർത്തുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ ആകണമെന്നില്ല, മറ്റേതെങ്കിലും ഓൺലൈൻ അക്കൗണ്ടോ ആകാം. കോൾ മേർജിംഗ് തട്ടിപ്പ് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കിയാൽ OTP ലഭിക്കുന്നത് സാധാരണയായി 2 വഴികൾ ഉണ്ടെന്നത് ആദ്യം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വഴി OTP വരാം, അല്ലെങ്കിൽ ഒരു കോള് വഴി OTP വരും. വാട്സപ്പിലും ഇത് സംഭവിക്കാറുണ്ട്. കോളിൽ OTP ലഭിക്കണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാൻ. തട്ടിപ്പുകാരന് OTP ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ സംഭവിച്ചേക്കാം. ഇത്തരം നിരവധി തട്ടിപ്പുകൾ അടുത്തിടെ നടന്നിട്ടുണ്ട് എന്നതിനാൽ നിങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കോൾ മേർജിംഗ് തട്ടിപ്പുകൾ ഒഴിവാക്കാനുള്ള ആദ്യ മാർഗം ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിലുള്ള അവബോധം ഉണ്ടാവുക എന്നതാണ്. പുതിയ തട്ടിപ്പ് രീതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴില്ല. എന്നാൽ അത്തരം തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം അടക്കം വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. പരിചിതമല്ലാത്തതും സംശയാസ്പദവുമായ ഒരു കോളും നിങ്ങൾ സ്വീകരിക്കരുത് എന്നത് ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ വളരെ പ്രധാനമാണ്. മെർജിംഗ് ആവശ്യപ്പെട്ട് പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും നമ്പറുകളിൽ നിന്നും കോള് വന്നാൽ എടുക്കാതിരിക്കുകയോ വിച്ഛേദിക്കുകയോ വേണം ചെയ്യാൻ. ആരെങ്കിലും വിളിച്ച് കോളുകൾ ലയിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ മറുപടി നൽകരുത്. പകരം തട്ടിപ്പുകാരൻ പറയുന്ന സുഹൃത്തിന്റെ നമ്പറിൽ നേരിട്ട് വിളിച്ച് എന്താണ് കാര്യമെന്ന് പരിശോധിച്ചുറപ്പിക്കാം. നിങ്ങൾ നടത്താത്ത ഇടപാടുകളുടെ OTP വന്നാൽ അക്കാര്യം ഉടൻ 1930 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുന്നതും തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. സാമ്പത്തിക തട്ടിപ്പിന്റെ സൂചന ലഭിച്ചാൽ ഉടൻ ബാങ്കിനെ സമീപിക്കേണ്ടതുണ്ട്.